നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ റിഫ്ലെക്സീവ് പ്രോണൗണും എംഫാറ്റിക് പ്രോണൗണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നമുക്ക് ഇവ തമ്മിലുള്ള സിമിലാരിറ്റി എന്താണെന്ന് നോക്കാം. ഈ റിഫ്ലെക്സീവ് പ്രോണൗണും എംഫാറ്റിക് പ്രോണൗണും സെയിം ആണ്. അതായത് ഒരു സെൻറ്റൻസിൽ ഐ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോണൗണാണ് മൈസെൽഫ്. അതേപോലെ യു വരുമ്പോൾ യുവർ സെൽഫ്, ഹി വരുമ്പോൾ ഹിംസെൽഫ്, ഷീ വരുമ്പോൾ ഹെർ സെൽഫ്, ഇറ്റ് വരുമ്പോൾ ഇറ്റ് സെൽഫ്, വി അവർ സെൽഫ്, യു യുവർ സെൽഫ്, ദേ വരുമ്പോൾ ദെം സെൽഫ്. ഇവിടെ സെൽഫ് എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡിൽ അവസാനിച്ചിരിക്കുന്ന റിഫ്ലെക്റ്റീവ് പ്രോണൗൺ അല്ലെങ്കിൽ എംഫാറ്റിക് പ്രോണൗൺ സിംഗുലർ ആണ്. അതുപോലെ സെൽഫ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡിൽ അവസാനിച്ചിരിക്കുന്ന റിഫ്ലെക്സീവ് അല്ലെങ്കിൽ എംഫാറ്റിക് പ്രോണൗൺ പ്ലൂറൽ ആണ്. ഈ എംഫാറ്റിക് പ്രോണൗണിനെ തന്നെയാണ് നമ്മൾ ഇൻറ്റൻസീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പ്രോണൗണുകൾ ഒരു സെൻറ്റൻസിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് നമ്മളിത് എംഫാറ്റിക് പ്രോണൗണാണോ അതോ റിഫ്ലെക്സീവ് പ്രോണൗണുകളാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കിനി റിഫ്ലെക്സീവ് പ്രോണൗണും എംഫാറ്റിക് പ്രോണൗണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സെൻറ്റൻസിൽ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് റിഫ്ലെക്സീവ് പ്രോണൗൺ വരുന്നത്. സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരേ ആൾ തന്നെ ആകുമ്പോഴാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. ഈ സെൻറ്റൻസ് ഒക്കെ ഷീ ഹേർട്സ് ഹെർസെൽഫ്, അവളെ തന്നെ വേദനിപ്പിച്ചു. ഇവിടെ ഷീ ആണ് സബ്ജക്റ്റ്. അവൾ ആരെയാണ് വേദനിപ്പിച്ചത്? അവളെ തന്നെ. ഇവിടെ ഹെർസെൽഫാണ് ഒബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരേ ആൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഹെർസെൽഫ് എന്ന് പറഞ്ഞിരിക്കുന്ന റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഹെർസെൽഫ് ഇവിടെ ഒബ്ജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്, അതും ഡയറക്റ്റ് ഒബ്ജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സബ്ജക്റ്റിന് ശേഷം വെർബ് വന്നിരിക്കുന്നു, വെർബിന് ശേഷമാണ് ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതിവിടെ ഒബ്ജക്റ്റ് അങ്ങനത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. എംഫാറ്റിക് പ്രോണൗണിൻ്റെ ഫസ്റ്റ് യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് എംഫാറ്റിക് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. ഈ സെൻറ്റൻസ് ഒക്കെ ഹി ഹിംസെൽഫ് ഓപ്പൺ ദ ബോക്സ്, അവൻ തന്നെ ബോക്സ് ഓപ്പൺ ചെയ്തു. ഇവിടെ സബ്ജക്റ്റ് ഹി ആണ്. അവൻ എന്ത് ഓപ്പൺ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബോക്സ്. ഇവിടെ ഒബ്ജക്റ്റ് ബോക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെൻറ്റൻസിലൊക്കെ ഹി കഴിഞ്ഞ് തൊട്ട് സബ്ജക്റ്റിന് ശേഷമാണ് ഹിംസെൽഫ് വന്നിരിക്കുന്നത്. സബ്ജക്റ്റിന് തൊട്ടടുത്താണ് എംഫാറ്റിക് പ്രോണൗൺ വന്നിരിക്കുന്നത്. ഇങ്ങനെ സബ്ജക്റ്റിന് തൊട്ടടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എംഫാറ്റിക് പ്രോണൗണാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സബ്ജക്റ്റിനെ ഒന്ന് എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അവൻ തന്നെയാണ് ബോക്സ് ഓപ്പൺ ചെയ്തത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹിംസെൽഫ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കിയേ. സബ്ജക്റ്റിന് ശേഷമാണ് എംഫാറ്റിക് പ്രോണൗൺ വന്നിരിക്കുന്നത്, അതിന് ശേഷം വെർബ് വന്നിരിക്കുന്നു, അതിന് ശേഷം ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു. ഇവിടെയൊക്കെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേറെ ആണല്ലോ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സബ്ജക്റ്റിന് തൊട്ടടുത്താണ് എംഫാറ്റിക് പ്രോണൗൺ വന്നിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രോണൗൺ വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അത് എംഫാറ്റിക് പ്രോണൗൺ ആണെന്ന്. റിഫ്ലെക്സീവ് പ്രോണൗണിൻ്റെ രണ്ടാമത്തെ യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഒരേ ആളായിട്ട് വരുമ്പോഴാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പഠിച്ചത് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരേ ആളായിട്ട് വരുമ്പോൾ ആ ഒബ്ജക്റ്റ് എന്തെങ്കിലും ഡയറക്റ്റ് ഒബ്ജക്റ്റ്. രണ്ടാമത്തെ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഒരേ ആളായിട്ട് വരുമ്പോഴാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. ഈ സെൻറ്റൻസ് ഒക്കെ ദേ ബോട്ട് ദെംസെൽഫ്സ് എ കേക്ക്, അവർക്ക് വേണ്ടി തന്നെ ഒരു കേക്ക് വാങ്ങി. ഇവിടെ ദേ ആണ് സബ്ജക്റ്റ്. അവരെന്ത് വാങ്ങിയെന്നാണ് പറയുന്നത്? കേക്ക് വാങ്ങിയെന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇവിടുത്തെ അവർ ആർക്ക് വേണ്ടിയിട്ടാണ് കേക്ക് വാങ്ങിയത്? അവർക്ക് വേണ്ടി തന്നെ. ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ദേ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ദംസെൽഫ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഒരാൾ തന്നെയാണ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് ശേഷം വെർബ് വന്നിരിക്കുന്നു, വെർബിന് ശേഷം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു, അതിനുശേഷം ഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു. എംഫാറ്റിക് പ്രോണൗണിൻ്റെ രണ്ടാമത്തെ യൂസാണ് ഒബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം പഠിച്ചു സബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്. ഈ സെൻറ്റൻസ് ഒക്കെ അനു ഗാവ് രാഹുൽ ഹിംസെൽഫ് ദ ഷർട്ട്. അനു രാഹുലിന് തന്നെയാണ് ഷർട്ട് കൊടുത്തത്. ഇവിടെ അനു ആണ് സബ്ജക്റ്റ്. അനു
അനു എന്താണ് കൊടുത്തത്? ഷർട്ടാണ് കൊടുത്തത്. ഷർട്ടാണ് കൊടുത്ത ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ആർക്കാണ് കൊടുത്തത്? രാഹുലിന്. രാഹുലാണ് ഇവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. രാഹുലിന് തന്നെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഹിംസെൽഫ് യൂസ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ഒരു ബോയ് ആയതുകൊണ്ടാണ് നമ്മൾ ഹിംസെൽഫ് എന്ന് പറഞ്ഞിരിക്കുന്ന എംഫാറ്റിക് പ്രോണൗൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ രാഹുൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹിംസെൽഫ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. സബ്ജക്റ്റിന് ശേഷം വെർബ് വന്നിരിക്കുന്നു, വെർബിന് ശേഷം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന് തൊട്ട് ശേഷമാണ് എംഫാറ്റിക് പ്രോണൗൺ വന്നിരിക്കുന്നത്, അതിനുശേഷം ഡയറക്റ്റ് ഒബ്ജക്റ്റ്. നമ്മൾ എന്താണോ എംഫസൈസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന് ശേഷമാണ് എംഫാറ്റിക് പ്രോണൗൺ വന്നിരിക്കുന്നത്.